അമ്മേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പരമപിതാവായ ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഇത്രയും വൈകുന്നത്? പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കിട്ടാനായി എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത് അമ്മേ? നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതിലുണ്ട്. നിനക്കറിയാമോ ഇതെന്താണെന്ന്? ഇതൊരു കൊക്കൂണല്ലേ? കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഈ കൊക്കൂൺ പൊട്ടുമ്പോ നിനക്കറിയാമോ ഇതിൽ നിന്ന് എന്താ വരുന്നേന്ന്? ചിത്രശലഭം. കുറച്ചു ദിവസങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കണോ? നമുക്ക് ഇപ്പോൾ തന്നെ പൊട്ടിച്ചു നോക്കിയാലോ? ചിലപ്പോ ചിത്രശലഭം പുറത്തു വരും. വേണ്ടമ്മേ, അമ്മ ഇപ്പോൾ അത് തുറന്നാൽ ചിത്രശലഭം ചത്തുപോകും. മനസ്സിലായി എനിക്ക്. ചിത്രശലഭം അതിന്റെ കൊക്കൂണിൽ നിന്ന് എങ്ങനെയാണോ പുറത്തേക്ക് വരുന്നത്, അതൊരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ നല്ല മനസ്സുള്ളവരുടെ പ്രാർത്ഥന പരമപിതാവായ ദൈവം എന്തായാലും കേൾക്കുന്നതാണ്. പിന്നെ ശരിയായ സമയം വരുമ്പോൾ അതിന്റെ ഫലം നമുക്ക് ലഭിക്കും. അങ്ങനെയല്ലേ? ഇനി വീട്ടിൽ പോയാലോ? ചക്രവർത്തി, ഞങ്ങൾ വളരെ ധീരരായ പടയാളികളെയാണ് സെഞ്ചൂറിയനെ ആക്രമിക്കാൻ അയച്ചത്. പക്ഷേ എന്താ ചക്രവർത്തി, അത് ഇവൻ നമ്മുടെ രാജസദസ്സിലേക്ക് കയറി വന്നിട്ട് വന്ന കാര്യം പറയാൻ മടിയാണെന്ന് തോന്നുന്നു. വാളിങ് തരൂ. നന്നായി സംസാരിക്കാൻ പോലും അറിയാത്ത പടയാളിയാണോ നീ? പിന്നെ എങ്ങനെ നമ്മുടെ രാജ്യത്തിനായി പോരാടും? സെഞ്ചൂറിയനെ പടയാളിയെ കൊന്നുകളഞ്ഞു തിരുമനസേ. ആക്രമണ ലക്ഷ്യം കണ്ടില്ല. വേഗം പറയാ, സൈനികൻ ആക്രമണ സമയത്ത് നമ്മുടെ അധീനതയിലുള്ള ഈ രാജ്യത്തിന്റെ പടച്ചൊട്ടയാണോ ധരിച്ചിരുന്നത്? അതെ തിരുമനസേ. കൊള്ളാം. നീ ചെയ്ത ആ കാര്യമുണ്ടല്ലോ, അതിന് ഞാൻ തീർച്ചയായും നിനക്കൊരു പുരസ്കാരം നൽകിയിരിക്കും. നോക്ക്, നീ നമ്മുടെ കാവലിനു വേണ്ടി മുഴുവൻ സമയവും കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ആജ്ഞ പോലെ തിരുമനസേ. നമുക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മുടെ രാജ്യത്തെ സ്വാമി ഭക്തനായ രണ്ടാമത്തെ സൈനികൻ മഹാനായ സെഞ്ചൂറിയൻ ശരിയായ സമയത്ത് നമ്മെ കാണാൻ എത്തുമെന്ന്. പിന്നെ നാം ആ വളരെ വിശിഷ്ടമായ കൂടിക്കാഴ്ചയ്ക്കായി സവിശേഷമായ ഒരുക്കങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇവിടെ? അത് എനിക്ക് അവിടത്തോടും യേശുവിനോടും അത്യാവശ്യമായി ചിലത് സംസാരിക്കുവാനുണ്ട്. ആ, അതൊക്കെ ശരിയാണ്. നമുക്കെന്തെങ്കിലും കഴിച്ചു കുടിച്ചതിന് ശേഷം സംസാരിക്കാം. ഇത് നിങ്ങളുടെ കൂടെ വീടല്ലേ? ഞാൻ കുടിക്കാൻ എടുത്തിട്ട് വരാം. വരൂ, ഇരിക്കൂ. അത് പിന്നെ നീമയുടെ അച്ഛൻ യേശുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനുണ്ടാക്കിയ പ്രശ്നത്തിന് എന്റെ പക്കൽ പരിഹാരം ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും. യേശു എന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണർത്തിയിരിക്കുന്നു. ജീവിതകാലം മുഴുവനും ഞാൻ എന്റെ കുഞ്ഞിനു വേണ്ടി ദൈവം നൽകുന്ന ഒരു അടയാളത്തിനായി ഞാൻ കാത്തിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് യേശു തന്നെയാണ് അടയാളമെന്നാണ്. നോക്ക്, എനിക്ക് നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനാകും. പക്ഷേ
എനിക്കറിയില്ല യേശുവിന് നിങ്ങളുടെ മകളെ എങ്ങനെ സഹായിക്കാനാകുമെന്ന്. കാരണം അവൻ ഒരു കുട്ടിയല്ലേ. എനിക്ക് നീമയോടൊന്ന് സംസാരിക്കണം, അതും ഒറ്റയ്ക്ക്. ഇവൻ ഒറ്റയ്ക്ക് അവളോട് സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കാതിരുന്നാ മതി. ഞങ്ങൾക്ക് ഗ്രാമം വിട്ടു പോകേണ്ട അവസ്ഥയിലാക്കും. മോനെ യേശു, ഇവിടെ ഉള്ളവരൊക്കെ നിന്റെ ആളുകളല്ലേ, പിന്നെ ഒറ്റയ്ക്ക് എന്തിനാ സംസാരിക്കുന്നേ? എന്തായാലും ഇവിടെ വെച്ച് എന്നെ സംസാരിച്ചോളൂ. അതിനൊരു പ്രശ്നവുമില്ല. അഥവാ യേശുവിന് നീമയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെങ്കിൽ അവർ സംസാരിച്ചു കൊള്ളട്ടെ. നീമ, ചെല്ലു മോളെ. സൂക്ഷിച്ച്. അമ്മ പറയാറുള്ളത് നമ്മൾ പരിചയമില്ലാത്തവരോട് സംസാരിക്കാൻ പാടില്ലെന്നാ. നിന്റെ അമ്മയും അങ്ങനെയാണോ പറയുന്നത്? എന്റെ പേര് യേശു. ഞാൻ നീമ. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. അതിനർത്ഥം നമുക്കിനി ഒരു മടിയും കൂടാതെ സംസാരിക്കാമെന്നാണ്. അത് നീമയ്ക്ക് എന്നോടല്ലാതെ മറ്റാരുമായും സംസാരിച്ച ശീലമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കെ. എന്റെ യേശു എല്ലാം ശ്രദ്ധിച്ചുകൊള്ളും. എനിക്കറിയാം നിനക്ക് പേടിയാണെന്ന്. അല്ല, എനിക്കങ്ങനെ ഒട്ടും പേടിയില്ല. ഞാൻ അന്ധയാണ്. പക്ഷേ അതിനർത്ഥം അറിയാത്തവരോട് സംസാരിക്കാൻ എനിക്ക് പേടിയെന്നല്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിനക്ക് എന്നോട് സംസാരിക്കാൻ ഭയമുണ്ടെന്നല്ല. പക്ഷെ ഇന്നലെ നിന്റെ പിതാവ് റബ്ബി ഗുരു 2 ദിവസത്തിനുള്ളിൽ നിന്റെ കാഴ്ച തിരിച്ചു കൊണ്ടുവരണമെന്ന് അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചില്ലേ? അപ്പോൾ ഞാൻ കണ്ടതാണ് നീ നിന്റെ അമ്മയുടെ കൈകൾ പേടി കൊണ്ട് മുറുകെ പിടിച്ചിരുന്നത്. എനിക്കപ്പോൾ മനസ്സിലായി നീമ, നീ അപ്പോൾ എന്താണ് മനസ്സിൽ അനുഭവപ്പെട്ടതെന്ന്. പിന്നെ നീ ഇപ്പോഴും ഭയപ്പെട്ടിരിക്കുകയാണ് 2 ദിവസം കഴിഞ്ഞുള്ള കാര്യത്തെ ഓർത്ത്. അങ്ങനെ നിനക്ക് തോന്നാൻ കാരണം എന്താ? കാരണം ഞാനും പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നു, നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ ഭയം തോന്നുന്നത് അപ്പോൾ നമ്മൾ പരമപിതാവിനായി ആലയം പണിയണം. കാരണം എവിടെയാണോ പരമപിതാവായ ദൈവത്തിന്റെ ആലയമുള്ളത് അവിടെ ഒരു ഭയത്തിന്റെ ആവശ്യവുമില്ല. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ എന്റെ മനസ്സിലുള്ള ഭയമെല്ലാം പോയി. ഞാൻ പറയുന്നത് നീയും നിന്റെ ഉള്ളിൽ പരമപിതാവായ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണം. അങ്ങനെയാണെങ്കിൽ നിന്റെ എല്ലാ ഭയവും പോകുന്നതാണ്. നിനക്കത് തോന്നിയത് കൊണ്ട് എന്താ കാര്യം? കാരണമുണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നത് എന്തെന്നാൽ നിനക്ക് എന്തായാലും നിന്റെ കണ്ണുകൾ കൊണ്ട് ഈ ലോകം കാണാൻ സാധിക്കുമെന്നാണ്. ഈ താഴെ വീണ തൂവലിന് പോലും പറക്കാൻ സാധിക്കും. പക്ഷെ അതിനായി കുറച്ച് കാറ്റ് വേണമെന്ന് മാത്രം. എനിക്കും നിന്നെ സഹായിക്കണമെന്നുണ്ട് നീമ. എങ്ങനെയാണോ ആ കാറ്റ് തൂവലിനെ സഹായിക്കുന്നത് പോലെ. എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിനക്ക് പരമപിതാവിന്റെ അനുഗ്രഹത്തോടെ തീർച്ചയായും ഈ ലോകം മുഴുവനും കാണാൻ സാധിക്കുമെന്ന്. പിന്നെ ഈ തൂവലിനെ പോലെ നിനക്കും പറന്നു നടക്കാൻ സാധിക്കും.
എന്റെ കണ്ണ് ഈ അയൽദേശത്താണ്. ഇവിടെ വലിയ സ്വർണ്ണ നിക്ഷേപമുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലം വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് ഇവിടം നമ്മുടെ രാജ്യത്തോട് ചേർക്കുന്നത് നമുക്ക് ഗുണമേ ഉണ്ടാകൂ. തിരുമനസേ, ഞാൻ ഗോപുരവാതിലിലൂടെ കണ്ടു. ചക്രവർത്തി, എനിക്കങ്ങോട് സംസാരിക്കണം തിരുമനസേ. എന്റെ ഈ കത്തിയിൽ ഈ രാജ്യത്തെ പടയാളിയുടെ രക്തം പുരണ്ടിരിക്കുന്നു. അതിന് കാരണക്കാരൻ അങ്ങാണ്. നിനക്കെന്താ അങ്ങനെ തോന്നിയത്? എനിക്ക് പറഞ്ഞ് നടക്കാൻ ഈ തൂവലിനെ പോലെ ആരുടെയെങ്കിലും സഹായം ആവശ്യമാ. അന്ധ എന്നത് ശരി തന്നെയാ, പക്ഷേ എങ്കിലും എനിക്ക് കൈകാലുകളുണ്ടല്ലോ. ആർക്കെങ്കിലും നമ്മളെ സഹായിക്കണമെങ്കിൽ അതിനർത്ഥം ഇതാണ്: അവർക്ക് നമ്മളെപ്പറ്റി ചിന്തയുണ്ടെന്ന്, നമ്മൾ സന്തോഷത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്, പിന്നെ നമ്മളോട് അവർക്ക് സ്നേഹമുണ്ടെന്ന്. പിന്നെ ഈ സ്നേഹം എത്ര കൂടുതലാണോ അത്രയും നല്ലതല്ലേ? പിന്നെ ആരെങ്കിലും സഹായിക്കുന്നത് എങ്ങനെ മോശം കാര്യമാവും? ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കൂട്ടുകാരാവണമെന്നാണ്. പിന്നെ കൂട്ടുകാരുണ്ടല്ലോ, എല്ലാ കാര്യവും പരസ്പരം പങ്കുവെക്കും. അപ്പോൾ നമുക്ക് കൂട്ടുകാരാവാൻ പറ്റുമോ? ഇല്ല. കാരണം എനിക്കറിയാം, ഇത് നിനക്ക് അന്ധയായ ഒരു പെൺകുട്ടിയോട് സഹാനുഭൂതി കാട്ടാനുള്ളൊരു വഴിയാണെന്ന്. എനിക്കങ്ങനെ സഹാനുഭൂതിയുടെ ആവശ്യമില്ല. അമ്മ! ആ മോളെ, ഞാൻ ഇവിടെയുണ്ട്. അമ്മ, അമ്മ വരൂ, എനിക്ക് വീട്ടിൽ പോകണം. അത് സാരില്ല അമ്മേ. എനിക്കറിയാം കഥക എവിടെയാ ഉള്ളതെന്ന്. എനിക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ട്, ആ മണിനാദത്തിന്റെ. ഇന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞാനും എന്റെ കൂട്ടുകാരും കളിക്കാൻ പോകുന്നുണ്ട്. വേണമെങ്കിൽ എന്തായാലും നീമയ്ക്കും വരാം. ഞാൻ എന്തിനാ നിങ്ങളോടൊപ്പം കളിക്കാൻ വരുന്നത്? എന്നെ കളിയാക്കാനാണോ, അതോ എന്നോട് സഹാനുഭൂതി കാണിക്കാനോ? ഞാൻ നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല നീമ.
പക്ഷെ നിനക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണെങ്കിൽ, അതായത് ഞാൻ നിന്നോട് സഹതാപത്തോടെ അല്ല പറഞ്ഞതെന്ന്, എങ്കിൽ നീ എന്തായാലും വരണം. അമ്മ, നമുക്ക് പോകാം. മോനെ, നീ വിഷമിക്കുകയൊന്നും വേണ്ട. ഒരുപക്ഷെ അവളുടെ മനസ്സ് മാറിയെന്നിരിക്കും. അപ്പൊ അവള് കളിക്കാൻ വരും. എനിക്ക് വിഷമമില്ല അമ്മേ. എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ചിത്രശലഭത്തിന് അതിന്റെ കൊക്കോണിൽ നിന്ന് പുറത്തു വരാൻ സമയം വേണ്ടത്. അതുപോലെ തന്നെ നിയമയ്ക്കും സമയം വേണമെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവൾ അവളുടെ കൊക്കോണിൽ നിന്ന് എന്തായാലും പുറത്തു വരുമെന്ന്. ഈ രാജ്യത്തിലെ എല്ലാ പടയാളികളും എന്റെ കുടുംബത്തിലെ അംഗങ്ങൾ പോലെയാണ്. പക്ഷേ ഇന്ന് അങ്ങ് കാരണം എനിക്ക് എന്റെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ കൊല്ലേണ്ടി വന്നു. ചക്രവർത്തി, അങ്ങക്ക് എന്നെ വധിക്കണമെങ്കിൽ ഏതെങ്കിലും ചാരന്മാരയക്കേണ്ട കാര്യമില്ല. ഇത് പിടിക്ക്, എന്നെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്. ഈ രാജ്യത്തെ ഏറ്റവും ധീരനായ സൈന്യാധിപനോട് വരുന്നതിന് പകരം നസ്രത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് യേശു ഇവിടെ ഉണ്ടാകുമായിരുന്നു. ആ പദ്ധതി നടന്നില്ല. ഈ ധീരനായ സൈന്യാധിപൻ വഴി തന്നെ യേശുവിനെ ചക്രവർത്തിയുടെ പക്കൽ എത്തിക്കണം. അവന്റെ മരണമെന്ന തമാശ എനിക്ക് കണ്ട് രസിക്കണം. അവനെ കൊല്ലരുത്, ഇപ്പോ അവനെ കൊല്ലരുത്. ജ്യോതിശാസ്ത്രജ്ഞർ പറഞ്ഞ കുട്ടിയെ പറ്റി അറിയാനും കണ്ടുപിടിക്കാനും ഇവനെ പറഞ്ഞയക്കൂ. നാം നിന്നെ വധിക്കുവാനായി തീരുമാനിച്ചതിനുള്ള കാരണം നീ എത്ര ജാഗ്രതയുള്ളവനാണെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. നിന്നെ ആക്രമിക്കാനായി വന്ന ആ അക്രമിയെ കൊന്ന് നീ ഇന്നത് തെളിയിച്ചിരിക്കുകയാണ്. നിന്റെ കൂർമ്മ ബുദ്ധിയും നിന്റെ വാളിന്റെ വേഗതയും എത്ര അധികമാണെന്നുള്ളത്. ഇനി വേഗം ചെല്ലൂ. ജ്യോതിശാസ്ത്രജ്ഞർ പറഞ്ഞ ആ കുട്ടിയെ കണ്ടെത്തി നിന്റെ ജോലി പൂർത്തിയാക്കാൻ നോക്ക്. കാരണം എന്തെന്നാൽ നീ മടങ്ങി വന്ന ശേഷം നിനക്ക് നമ്മുടെ അധീനതയിലുള്ള ഈ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ നിന്റെ ചക്രവർത്തിയായ നമ്മെ സഹായിക്കേണ്ടതായുണ്ട്. എനിക്കങ്ങയുടെ വാക്കുകൾക്ക് പിന്നിലുള്ള സത്യം വളരെ നന്നായി മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ രാജസിംഹാസനത്തോടുള്ള എന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ ഞാൻ ഈ ജോലി ഉറപ്പായും ചെയ്തിരിക്കും. എനിക്ക് ആ സമയം വരെ കാത്തിരിക്കാനാവില്ല. ഈ ധീരനായ സൈന്യാധിപൻ യേശുവിനെ വലിച്ചിഴച്ച് ഈ ചക്രവർത്തിയുടെ കാൽ കീഴിൽ കൊണ്ടുവരും വരെ. അപ്പോൾ ഞാൻ എന്റെ ചരടുകൾ വലിക്കും ഈ പുതിയ ചക്രവർത്തിയുടെ. എന്നിട്ട് ഞാൻ പറയും, ആട് ചക്രവർത്തി ആട്, ഇറങ്ങിച്ചെല്ല്. എന്നിട്ടാ യേശുവിനെ കൊന്നുകളയും.
യേശു മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല പിതാവേ. പിതാവേ, കാണാൻ കഴിയാത്തവർക്ക് നമ്മളെക്കാൾ നന്നായി കേൾക്കാൻ കഴിയുമോ? ആ, വാ ഇരിക്കെ. നോക്കേശു, ദൈവം നമ്മളേന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തുന്ന് വെച്ചോ, ആ സ്ഥാനത്ത് അതിനേക്കാൾ കൂടുതലായി മറ്റൊന്നിനെ വെക്കും. അതാണ് ഈശ്വരൻ. കാണാൻ പറ്റാത്തവരുടെ കാര്യം നോക്കാം. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് കേൾക്കാൻ സാധിക്കും. അതെ, ഇപ്പൊ തന്നെ ഏത് ദിശയിൽ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് വരെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിലും വലിയ കാര്യം, ശബ്ദത്തിന്റെ തീവ്രത കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വസ്തു എത്ര അകലെയാണെന്നും നമ്മുടെ എത്ര അടുത്താണെന്നും.